ആരാടിയത്? ആരാധേന്ന് ഇവിടെ നിന്ന് സ്ഥലം കഴിഞ്ഞിട്ടാണോ റോഡ് സൈഡിൽ നിന്നുള്ള എന്റെ കഥകളി കേറി വഴികള്? എന്താ എന്റെ ഉദ്ദേശം? എന്താ ഈ വഴിയിൽ പോണവരോടൊക്കെ സംസാരിക്കാൻ നീ ആരാവൻ? അതുണ്ണി. അപ്പൊ അവന്റെ പേരും അറിയോ എനിക്ക്? അത് ഇവിടെ ഇവിടെ ഉള്ളതല്ലേ? എടി ഈ വീട്ടിന്റെ അകത്ത് ഇരിക്കണം, നീ എങ്ങനെ ഈ അവിടെ ഇവിടെ ഉള്ളവരെ അറിയണേ? അല്ല എന്തിനിപ്പ ഏട്ട ഓടിയത്? അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ. മണ്ടോദരുടെ അടുത്ത് എന്തോ അങ്ങനെ ചോദിച്ചു നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ അവളോടും ചോദിച്ചു എന്താന്ന്. അപ്പൊ അവളൊന്നും പറഞ്ഞില്ല. എന്നോട് കണ്ടപ്പോ നേരെ ഓടി. അതെന്താന്ന് മനസ്സിലായില്ല. അപ്പൊ അതുവരെ എത്തിപ്പോ കാര്യങ്ങള്. അല്ല സത്യ, ഇക്ക എന്നോടൊരു കാര്യം പറയാനുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുടുംബത്തെ അടങ്ങി ഒതുങ്ങി കഴിയേണ്ട പെണ്ണുങ്ങളൊക്കെ നാട്ടുകാരെ കാണിക്കാൻ ഓരോന്ന്. അതെ, അവിടെ നിൽക്ക് അങ്ങോട്ട് വരട്ടെ, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോയാൽ മതി. ഞാനിപ്പോ ഈ ഇതില് ഈ വാട്സപ്പിൽ ഞാനിങ്ങനെ എപ്പോഴും കുത്തിരിക്കലുണ്ട്. ഓരോന്നൊക്കെ നോക്കിയിട്ട് ആൾക്കാർക്ക് ഇപ്പോ ഈ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കലുണ്ടല്ലോ. അപ്പോ ഞാനിപ്പോ ഇങ്ങനെ ഇന്നലെ രാത്രിയില് ഇത് അയക്കണ സമയത്ത് മണ്ടോദരിയുടെ പീഡിയയിൽ ലേറ്റ് കത്തി കിടക്കണ്ട്. അല്ല എന്ന് പറഞ്ഞാല് ഓളുടെ വാട്സപ്പില് ഇങ്ങനെ ഉണ്ട്, ഓളുണ്ട് എന്നൊക്കെ മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഒരു സന്തോഷത്തിന് എൻ്റെ ഒരു മര്യാദക്ക് ഞാനൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ച്. അപ്പൊ ഞാൻ ഈ ഗുഡ് നൈറ്റ് അങ്ങോട്ട് അയച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരെ എടുത്തില്ല, ഉടനെ ഉണ്ട് ഓള് എനിക്ക് ഇങ്ങട് മറ്റേ സാധനം ഇങ്ങോട്ട് അയച്ച്. മറ്റേ ഇതുണ്ടല്ലോ ഈ പ്രേമത്തി മൊഹബത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, ഈ ആലിലെ മരത്ത് ഇങ്ങനെ ഇങ്ങനെ ആവണ ഒരു സാധനമല്ലോടോ ചുമന്നിട്ട്, അതുണ്ട് എനിക്ക് അയച്ചേക്കണേ. ഈ ഒന്ന് ആലോചിച്ചോക്ക് സത്യ, സംഗതിക്ക് സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാന് ചെറുപ്പന്മാർക്ക് തന്നെയാണ്. പക്ഷെ 10-25 വയസ്സായ ഒരാളല്ലേ ഞാന്. എനിക്കുള്ളത് അങ്ങനെ അയക്കാ പറഞ്ഞ ആർക്കൊക്കെ ഇപ്പൊ ഇത് അയക്കുണ്ടാവും. അല്ല ഞാൻ എന്നോട് വിഷമിക്കാൻ പറയല്ല, അത് ശ്രദ്ധിക്കണം. ഞാൻ അത് പറയണ്ട വിചാരിച്ചാണ്. അപ്പോഴാണ് ഇപ്പൊ ഗേറ്റിന്റെ അവിടുന്ന് ഓന്റെ ഓട്ടം. ഇത് കണ്ട പിന്നെ എനിക്ക് എൻ്റെ അടുത്തേക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ ഇജ്ജതൊന്നും നിയന്ത്രിക്കണം. ഓളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണ്ട. ഇല്ല അച്ഛാ, ഈ ഗേറ്റിന്റെ അവിടെ ഇനി ആൾക്കാർ കൂടും. ഇതൊന്നും നമ്മുടെ കുടുംബത്തേക്ക് ചേർന്നല്ല. അങ്ങനെ പല ജാതി ആൾക്കാരുണ്ടാവും. അത് നമ്മുടെ കുടുംബത്ത് വേണ്ട. നമ്മുടെ കുടുംബത്തിന്റെ മാന്യതക്കും മര്യാദക്കും അനുസരിച്ചിട്ട് കിട്ടിയില്ലേ? അപ്പൊ നീ എന്തിനു പോയതാണ്? എന്താടാ ഒരാളെ പിടിക്കാഞ്ഞ്?